ഓണക്കാലത്ത് റേഷനരി വില കൂട്ടി, സാധാരണക്കാരുടെ വിഹിതം വെട്ടിക്കുറച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും പരക്കുന്ന പ്രധാന ആരോപണങ്ങളാണിത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? റേഷൻ കടകളിലൂടെയും സപ്ലൈകോയിലൂടെയും ഈ ഓണത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? റേഷനരി വിഹിതം കുറച്ചെന്നും വില കൂട്ടിയെന്നുമുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും തെറ്റിദ്ധാരണാജനകമാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അരിവില 10 രൂപ 90 പൈസയിൽ നിന്ന് 36 രൂപയാക്കി ഉയർത്തിയെന്ന വാദം തെറ്റാണ്. സാധാരണ റേഷൻ വിഹിതത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, സപ്ലൈകോ വഴി ഓരോ കാർഡിനും 36 കിലോ അരി ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഇത്തവണ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന വിഹിതം എന്തെല്ലാമാണെന്ന് നോക്കാം. മുൻഗണനാ വിഭാഗമായ മഞ്ഞക്കാർഡിന്റെ വിഹിതത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കും. പിങ്ക് കാർഡിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, ഗോതമ്പിന് പകരം കിലോക്ക് 9 രൂപ നിരക്കിൽ 4 കിലോ വരെ ആട്ടയും ലഭിക്കും. നീലക്കാർഡിന് ആളൊന്നിന് 4 രൂപ നിരക്കിൽ 2 കിലോ അരിയും 17 രൂപ നിരക്കിൽ 4 കിലോ ആട്ട, കൂടാതെ സ്പെഷ്യൽ വിഹിതമായി കുടുംബത്തിന് 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. വെള്ളക്കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരി, 17 രൂപക്ക് 4 കിലോ വരെ ആട്ട, സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് എന്നിവ ലഭിക്കും. തവിട്ട് കാർഡിന് 2 കിലോ അരിയും 2 കിലോ ഗോതമ്പും 1 കിലോ ആട്ടയും ലഭിക്കും. ഇതിനു പുറമെ നീല, വെള്ള, തവിട്ട് കാർഡ് ഉടമകൾക്ക് OMSS വഴി കാർഡിന് 10 കിലോ അരി 26 രൂപ നിരക്കിൽ ലഭ്യമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിവാദമുണ്ടായത്? കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ വിഹിതത്തിൽ വലിയ കുറവ് വന്നതാണ് ഇതിന് പ്രധാന കാരണം. പ്രതിമാസം ലഭിച്ചിരുന്ന അരി ലഭ്യതയിൽ 6459 മെട്രിക് ടണ്ണിന്റെ കുറവുണ്ടായി. അരിക്ക് പകരം ഗോതമ്പാണ് കേന്ദ്രം നൽകിയത്. കഴിഞ്ഞ വിഷുവിന് സ്പെഷ്യൽ അരി നൽകിയതോടെ സ്റ്റോക്കിൽ കുറവുണ്ടായെങ്കിലും ഈ ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം വൻതോതിൽ ധാന്യങ്ങൾ പൊതുവിതരണ ശൃംഖല വഴി വിതരണത്തിന് എത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വ്യാജ വാർത്തകളിൽ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കാർഡിന് അർഹമായ റേഷൻ വിഹിതം കൃത്യമായ വിലയിൽ തന്നെ ലഭ്യമാണ്.